ഇവറ്റകൾക്ക് മുഴുവൻ ഭ്രാന്തായി തോന്നും കേട്ടാ ഈ അന്തം കമ്പിന്റെ നേതാക്കന്മാർക്ക്. ഇന്ന് അതിന്റെ കൺവീനർ പറയുന്നത് കേട്ട് ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ടും SDPIന്റെ വോട്ടും കൊണ്ടാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. അതായിക്കോട്ടെ, അതിനിപ്പോൾ എന്താ വേണ്ടത്? എന്തെങ്കിലും അവരെ മൂക്കിൽ വലിക്കണം. പിന്നെ മൂക്കിൽ വലിച്ചാളാ നിങ്ങൾക്ക്. ഞങ്ങൾ രാജ്യത്ത് ഏത് പൗരന്മാരെ വോട്ടും വാങ്ങിക്കും, അത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടില്ലേ. വോട്ടർ പട്ടിക പേരുണ്ടോ അവർ വോട്ട് ചെയ്തിരിക്കും, മനസ്സിലായ? അപ്പം നിങ്ങൾക്ക് അവർ വോട്ട് ചെയ്യുമ്പോൾ നല്ല മതേതരവാദികൾ അല്ലേ? നിങ്ങളെ പണ്ടത്തെ ഇപ്പോഴത്തെ ഈ മുഖ്യം പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതേ ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞ ക്ലിപ്പും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതിനെ പറ്റിയുള്ള അഭിപ്രായം കൂടി പറയണ്ടേ? അപ്പം തോറ്റ അരിശ ഇപ്പോഴും തീർന്നിട്ടില്ല. പോയി അടച്ചിട്ട റൂമിൽ കയറിയിരുന്ന് പൊട്ടി കരയടോ. പച്ച വർഗീയത നിങ്ങളാക്കാളും എത്രയോ ഇപ്പം നല്ല ജമാഅത്ത് ഇസ്ലാമിയും SDPI ചെയ്യുക. നിങ്ങളല്ലേ ഈ പച്ച വർഗീയതയും പറഞ്ഞ് നടക്കുന്നത്, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. ആര് വിശ്വസിക്കാനാ? നിന്റെയൊക്കെ വിചാരം നിങ്ങളൊക്കെ ഈ പിടിവായിത്തം പറയുമ്പോൾ അതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവരങ്ങ് വിശ്വസിക്കുന്ന അങ്ങനെ ധരിക്കുന്നത്? അതിന്റെ ഉത്തമ ഉദാഹരണമാണല്ലോ മതനിരപേക്ഷത ആഗ്രഹിക്കുന്നത് ഈ വിജയരാഘവൻ എന്ന പേര്. പക്ഷെ പരാജയ രാഘവനാണ്. അവനെ 1,00,000 വോട്ടിന് അവിടെ പാലക്കാട് മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ജനങ്ങൾ എന്താണ് ചവിട്ടി പുറത്താക്കി തോൽപ്പിച്ചങ്ങ് വിട്ടത് ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ വർഗീയത പറഞ്ഞങ്ങ് നടന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അങ്ങ് വിശ്വസിക്കും എന്നുള്ള ധാരണ ഉണ്ടെങ്കിലേ അത് നാലാക്കി മടക്കി പോക്കറ്റിലങ്ങിട്ടെ കേട്ടാ. അവിടെ ജാതി മതത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അവിടെ വിജയിച്ച് കയറിയത് കേട്ടാ. അത് മനസ്സിലാക്കിക്കോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ വർഗീയവാദികളാണ് അവരെന്നെങ്കിൽ രാജ്യത്ത് നാട് കടത്തും. അപ്പൊ അവര് രാജ്യത്തിന്റെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് ജീവിക്കുന്നവരാകുമ്പോൾ സ്വാഭാവികമായിട്ട് വോട്ട് ചെയ്യും. അതിനെന്താ നിങ്ങൾ ഇതും പറഞ്ഞു നടക്കണ്ട്? അപ്പൊ നിങ്ങൾക്ക് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിജയിക്കുമ്പോ ഒക്കെ മതേതരവാദികൾ അല്ലേ? നമ്മുടെ രാജ്യം കണ്ട് ഏറ്റവും വർഗീയപരമായിട്ട് പ്രസംഗിച്ച് നടന്ന യുവാക്കളെ മനസ്സിനകത്തേക്ക് എന്താ പറയണ്ട വർഗീയന്റെ വിത്ത് വായി നടക്കുന്നവരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. ഞങ്ങൾ പേര് എണ്ണി പറയണം. എന്നിട്ട് ഇപ്പോഴും മറ്റവൻ വന്നിട്ട് പറയാ ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ടും SDPIന്റെ വോട്ടും കൊണ്ടാ പോലും അങ്ങ് ജയിച്ചില്ല. ആയിക്കോട്ടെ, ഞങ്ങൾ അങ്ങ് സഹിച്ച്. നിങ്ങൾക്ക് എന്തേ പ്രശ്നം? അത് പറ. നിങ്ങൾ ഈ വലിയ സംരക്ഷണ ചുമതലയൊക്കെ അങ്ങ് ഏറ്റെടുത്ത് നടത്തിട്ട് നിങ്ങൾ ഈ 2 സ്റ്റേറ്റ് ഭരിച്ചിട്ട് അവിടുന്ന് ആട്ടി പുറത്താക്കിയില്ലേ ജനങ്ങൾ? തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിലാക്കിയില്ലേ ജനങ്ങൾ? ഇല്ലേ? ആ ഉത്തരേന്ത്യ സ്റ്റേറ്റിലെ 2 ത്രിപുരയിലും ബംഗാളിലൊക്കെ. ഇനി കേരളം അങ്ങനെ തന്നെയാ കാക്കുന്നത് കേട്ടാ. അതുകൊണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചതിന്റെ അരിശാണെങ്കിൽ നിങ്ങൾക്ക് അതിപ്പോ തീർക്കാൻ എന്താ പണിയെന്ന് വെച്ച് കഴിഞ്ഞാല് ബാത്റൂമിൽ കയറുക, അടച്ചിട്ട ബാത്റൂമിൽ കയറുക, എന്നിട്ട് ചുണ്ടൻ വരെ അടിച്ച് കടിച്ചങ്ങ് പിടിക്കുക, എന്നിട്ട് പൊട്ടിക്കറിയുക, എന്നിട്ട് ഉറക്കത്തിങ്ങനെ സ്വപ്നം കാണാം ജമാഅത്ത് ഇസ്ലാമി SDPI ജമാഅത്ത് ഇസ്ലാമി. ഇത് കണ്ട് ഞെട്ടി ഉണർന്നോ? അല്ലാതെ വേറൊരു രക്ഷയില്ല കേട്ടാ. ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ഇനി അടുത്ത പഞ്ചായത്ത് ഇലക്ഷനാ, അപ്പോഴും പറയണം നിങ്ങൾ ഇത് കേട്ടാ. ഒരു പ്രത്യശാസ്ത്രവും ഇല്ലാത്ത, ഒരു ജനങ്ങളോട് കമന്റ്മെന്റും ഇല്ലാത്ത കുറെ നാണം കെട്ടവർ. നിങ്ങൾ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനെ പോലും വെല്ലുവിളിച്ചിട്ടില്ലേ? നിങ്ങൾ ഈ കൊണയ്ക്കുന്ന പാർട്ടിന്റെ സമ്മേളനം പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു സ്റ്റേജ് ഉണ്ടാക്കിയപ്പോ ആ മനുഷ്യനെന്താ വന്ന് പറഞ്ഞത്? അമ്മായിയമ്മനെ കാണാൻ പോകാൻ വേണ്ടി എന്താ നടന്നങ്ങ് പോയിക്കൂടെ? ഇവന്റെ തറവാട് സ്വത്തല്ലേ ഈ റോഡും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞവന്റെ. ഓനത് അന്തക്ക് സീതനം കിട്ടിയല്ലേ? എടാ, ജനങ്ങളെ പൊതു നികുതി കൊണ്ടും ടാക്സ് അടക്കുന്നതും കൊണ്ടുണ്ടാക്കുന്നത് ജനങ്ങൾക്ക് പിന്നെ യാത്ര ചെയ്യാൻ വേണ്ടിയാ. അല്ലാതെ നിന്റെയൊക്കെ കുണയ്ക്കുന്ന പാർട്ടിക്ക് പൊതുഗതാഗതം അങ്ങ് എന്താ കൊട്ടി അടച്ചിട്ട് വേദി കെട്ടിയിട്ട് നിന്റെ പാർട്ടിന്റെ ഇത് ഉണ്ടാക്കാനുള്ളതല്ല ഈ പൊതുഗതാഗതം. അത് മനസ്സിലാക്കാതെയോ കേട്ടാ. അവൻ പറയാ അങ്ങ് നടന്ന് ഞായറാഴ്ച തന്നെ എന്താ പോണെന്ന് നിർബന്ധം. ഞായറാഴ്ച അവർ ചിന്തിച്ച് അവർക്ക് തോന്നിയ സമയം അവര് പോകും. നിന്റെ സീറ്റുമ്പിലാണ് ഇവിടെ ജനങ്ങൾ ജീവിക്കുന്നത്. നിന്റെ ചെലവും നിന്റെ ഔദാര്യത്തിലെ ഈ രാജ്യത്ത് ജനങ്ങൾ ജീവിക്കുന്നില്ല, സ്റ്റേറ്റിനകത്ത് ജനങ്ങൾ ജീവിക്കുന്നു. ജനങ്ങളെ നികുതി പണവും ടാക്സും കൊണ്ട് മൂക്കട്ടം തിന്നിട്ട് ഇങ്ങനെ വീമ്പിളക്കി നടക്കുക, ജനങ്ങളെ വെല്ലുവിളിക്കുക. നാണം കെട്ട വർഗങ്ങൾ. ഒരു ഇലക്ഷൻ ആകുമ്പോൾ മത്സര രംഗത്തുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയും. ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടെ വോട്ട് ചെയ്യൂ, അതിന് തർക്കമൊന്നും വേണ്ട. നിങ്ങൾ ജനങ്ങളെ കൊള്ളയടിച്ച് ജനങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് ആകുമ്പോൾ നിങ്ങളെ പുറങ്കാല് കൊണ്ട് ചവിട്ടി അങ്ങ് തെറിപ്പിക്കൂ ജനങ്ങൾ. ആ തെറിപ്പിക്കലിന്റെ പിന്നെ അസുഖമാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കിടക്കുന്നത്. ഏതും പറയുമ്പോ ജമാഅത്ത് ഇസ്ലാമി SDPIന്റെ വോട്ട് കൊണ്ട ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ട് കൊണ്ട. അപ്പൊ നിങ്ങൾക്ക് കുത്തിയിടുമ്പോ നല്ല മതേതരവാദികൾ അല്ലേ? നല്ല ഇത് തന്നെ. പോയിട്ട് RSSൽ ലയിക്കണോ? നിങ്ങൾ ഇങ്ങനെ കുരച്ച് നടന്നതിൽ ആര് വില വെക്കാനാ?
ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങളിത് പറഞ്ഞ് എന്താ കൈതക്കാമൻ കരഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് പോലെ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ആ വിഷമങ്ങളും പ്രയാസങ്ങളും തീർക്കുക. അല്ലാതെ ഇതിനൊന്നും മറുപടി പറയാൻ പോലും എന്താ പറയാ നമുക്ക് നാണാ. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, മാനസിക രോഗികളൊക്കെ ഉണ്ടാകുന്നത്. അവരൊക്കെ ഈ ചുമരൊക്കെ നോക്കി എന്തൊക്കെയോ പറയുന്നത്, അതിനിപ്പാരും മറുപടി ഒന്നും പറയില്ലല്ലോ. അതേ തരത്തിലേ നിങ്ങളൊക്കെ കണക്ക് കൂട്ടുന്നുള്ളൂ കേട്ടാ. ഇനിയിപ്പോൾ എല്ലാത്തിനും നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്കുക, അത് ആ വിജയം റദ്ദാക്കാൻ വേണ്ടിയിട്ട്. അത് പറ്റുമോ നിങ്ങൾക്ക്? പോയി നോക്ക്. മനസ്സിലായ? കേരളത്തിൽ മുഴുവൻ ജമാഅത്ത് ഇസ്ലാമിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 3000-4000 പേരെ ഒട്ടാകെ ഉണ്ടാകാന്നാണ് കണക്ക് തന്നെ പറയുന്നത്. ഇവിടെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ജയിക്കുന്നത് ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാ. എന്നിട്ടാണ് ഒട്ടും ഉളുപ്പില്ലാതെ നാണവും ഇല്ലാതെ വന്ന് പറയുക ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ട്, KTPIന്റെ വോട്ട്, വർഗീയവാദികളെ വോട്ട് എന്നും പറഞ്ഞ് നടക്കുന്നു. ഉളുപ്പ് വേണടോ, ഉളുപ്പ്. നിങ്ങളിപ്പം വർഗീയവാദികൾ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും അങ്ങ് പേടിച്ചങ്ങ് പോകും, അത് വിചാരിച്ചോ കേട്ടാ. ഇനിയിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്, എന്തോരം കണ്ടെത്തണം. പിന്നെ മറ്റേന്നാ പരാജയരാകവേ ആ ചെങ്ങായിന്റെ വായിലുള്ള സെപ്റ്റിക് ടാങ്കിന്റെ ഗന്ധം തന്നെയാ. കാരണം ഞങ്ങൾ ചേലക്കരയിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ, രമ്യ ഹരിദാസ് മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചതൊക്കെ ഉണ്ടല്ലോ. പാണക്കാട് UDFന്റെ ഘടകകക്ഷി എന്നുള്ള നിലക്ക് പാണക്കാട് നേതൃത്വത്തിനടുത്ത് പോയപ്പോൾ അവിടെ കുഞ്ഞാലിക്കുട്ടി കാണാൻ പോയിട്ടുണ്ട്, അവിടെ എന്താ സംഭവം എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് ഇയാൾ പറയാ. അതെങ്ങനെയാ പറയേണ്ടത്? സ്വന്തം കുടുംബത്തിലുള്ള അനുഭവമായി പറയുന്നത് മനസ്സിലാക്കണോ. എല്ലാവരും അങ്ങനെയാണ് ഈ പുള്ളി ധരിച്ചു വെച്ചത് ആ കാലഘട്ടത്തിൽ. കാരണം എനിക്ക് നേരിട്ടൊരു അനുഭവം അല്ല, എൻ്റെ കുടുംബപരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിലല്ലേ ഞാൻ മറ്റൊരാളെ സംശയിക്കുക. അവിടെ എന്താ സംഭവിക്കുന്നത് പറയാൻ കഴിയില്ല. അങ്ങനെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആ പുള്ളി പറഞ്ഞതാ കേട്ടാ. അതൊക്കെ അങ്ങനെ നമ്മൾ കണക്കാക്കിയിട്ടുള്ളൂ. എന്നിട്ട് മാധ്യമ പ്രവർത്തകർ കൊടുക്കുക ഇതിങ്ങനെ പറഞ്ഞപ്പോഴേ അങ്ങനെ ഒരു പോളിറ്റ് ബ്യൂറോയുടെ മെമ്പർ, സമുന്നതനായ നേതാവ് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അത് വർഗീയത. എന്ത് ഈ പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ സംഭവം? ലോക അടക്കി ഭരിക്കുന്ന അതിന്റെ നേതാവ്, അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭന്റെ പിന്നെ നേതാവാ, അല്ലെങ്കിൽ ലോക കോടതിന്റെ ജഡ്ജി അയാള്? എന്ത് 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 ക്വാളിറ്റി ബ്യൂറോടാ? ആർക്ക് ക്വാളിറ്റി ബ്യൂറോ? ഇതാണ് ക്വാളിറ്റി ബ്യൂറോ. മനസ്സിലായി? ഇത് ആകെ 4-3 ഏണ്ട ഇവറ്റകളുള്ളത്. അത് കണ്ണൂരിരുന്ന ജില്ലാ കമ്മിറ്റി, തിരുവനന്തപുരത്തിരുന്ന സ്റ്റേറ്റ് കമ്മിറ്റി, അങ്ങ് ഡൽഹി പോയിട്ട് അവരെ ഏതൊരു ഭവൻ എന്നത് AK ഗോപാലന്റെ ഒരു വന്ന് അവിടെ പോയിരുന്നാൽ സെൻട്രൽ കമ്മിറ്റി. ഏതെങ്കിലും ഈ അണികളുണ്ടാ 10 പോയിട്ട് തേച്ച് പിടിക്കാമെങ്കിൽ അതും കഴിയില്ല. എന്നിട്ട് അത് ഭയങ്കര പാർട്ടിയാവില്ല. ആരാണ് ഇതിനെ വില വെക്കുന്നത്? മാധ്യമങ്ങളോട് ആരാണ് ഇതിനെ വില വെക്കുന്നത്? ഈ കേരളത്തിലുണ്ട് കുറച്ച്, അതും കാലക്രമേണ അതും ഇല്ലാതാവും. അതിന്റെ ലക്ഷണമാണ് ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഇങ്ങോട്ട് കണ്ടത്. നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിലെ എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. എന്നിട്ട് പറയാ അതിനെന്തോ മതവൽക്കരിക്കും, ഇതെന്തോ വലിയ സംഭവമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നിട്ട് അതിലൊരു മെമ്പർഷിപ്പ് ഒക്കെ കിട്ടണ്ടെങ്കിൽ അമേരിക്ക പോയിട്ട് ഡിഗ്രി എടുക്കണം. മനസ്സിലായ? അതിലൊരു മെമ്പർഷിപ്പ് ഒക്കെ കിട്ടണ്ടെങ്കിൽ ഇവരെ വർത്താനം കേട്ട അങ്ങനെ വിചാരിക്കുക. ആര് മനുഷ്യൻ തലക്കോളമുള്ളവർ ആരെങ്കിലും അതിൽ നിൽക്കുവാടോ? തലക്കോളമുള്ളവർ നിൽക്കുവോ? കുറച്ച് വിവരം ഉണ്ടാവും മതി. ആ വിവരം വെച്ചതാണ് ഈ ബംഗാളിലും പിന്നെ പശ്ചിമ ബംഗാളിലൊക്കെ നമ്മൾ കണ്ടത്. ആദ്യകാലത്ത് അവർക്ക് കുറച്ച് വിദ്യാഭ്യാസപരമായിട്ട് പുറകോട്ട് നിൽക്കുന്നതിന് ഉത്തരേന്ത്യ സ്റ്റേറ്റ്. പിന്നെ വിദ്യാഭ്യാസമൊക്കെ കൂടിയ ശേഷം തോന്നി ഇവറ്റകള് 10 വയസ്സ് കൊടുത്ത ജനങ്ങളെ ദ്രോഹിക്കുന്നതെന്ന് പറഞ്ഞ് ചാപിട്ടി അങ്ങ് പുറത്താക്കിയേ. അതുപോലെ കേരളത്തിൽ സംഭവിക്കും കേട്ടാ. അതുകൊണ്ട് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഇതൊരു സംഭവമല്ല, ഒരു പാർട്ടിയല്ല, ഒരു 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 എന്തായാലും പറയുന്നില്ല, ഒന്നുമല്ല. മനസ്സിലായ? രാജ്യത്ത് ഒരു പ്രിവിലേജും ഇല്ല, ഇനി ആരും മൈൻഡും ചെയ്യുന്നില്ല. എന്നിട്ട് അത് വലിയ പർവ്വതീകരിച്ചിട്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർ, അത് CPMന്റെ തലമുതിർന്ന അങ്ങനെ പറയാൻ ആരതിനെ വില വെക്കുന്നു? ആരെങ്കിലും വില കൽപ്പിച്ചിട്ട് വേണ്ട ഇവിടെ. അങ്ങനെ എത്രയോ എന്തൊക്കെയോ ശബ്ദങ്ങൾ, ചാവാലിപ്പട്ടികളും ഇങ്ങനെ കുറെ ഇങ്ങനെ ബസ് സ്റ്റാൻഡിലും ഈ റോഡ് സൈഡിലൊക്കെ ഉണ്ടാക്കില്ല. അതാ ആ തരത്തിലേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. മനസ്സിലായ? അതങ്ങ് എത്താൻ മതി കേട്ടാ. അങ്ങനെ പോളിറ്റ് ബ്യൂറോന്റെ വലിയ എന്തോ വാഴ്ത്തപ്പെട്ട വലിയ എന്തോ സംഭവം. ലോകം ഉണ്ടാകാൻ കാരണഭൂതനാണല്ലോ ഇവിടെ കേരളം വരിക. ലോകം ഉണ്ടാകാൻ കാരണം അങ്ങനെ പാടി നടന്ന ഇവറ്റകളോട് എന്താ പറയണ്ട്? ഞാൻ കുറെ ദിവസമായി കേൾക്കുന്ന ഈ മാധ്യമങ്ങളെ CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് പറഞ്ഞത്, അതെന്തോ സംഭവമല്ലേ എന്ന് ഞാൻ വെച്ച് ഇയാളെന്തടാ ലോക കോടതിന്റെ ജഡ്ജിയാ, ഐക്യരാഷ്ട്രസഭയിലാ? ഇത് ADI സാമാനം ഇല്ലേ?
ഞാൻ ചോദിക്കട്ടെ, കേരളം വിട്ടിട്ട് തൊട്ടടുത്ത ഇന്റർ സ്റ്റേറ്റ് ആണ് കർണാടക. ആടെ പോയിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കിയ ഈ TPM എന്നാന്ന് ചോദിച്ചു നോക്കിയ ഒരു കുട്ടിക്ക് അറിയില്ല. ഇനി നേരെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മംഗലാപുരം സൈഡൊന്ന് ചോദിച്ചു നോക്കിയ ആർക്കും അറിയില്ല. ഇനി അത് വിട്ട് കഴിഞ്ഞാൽ മഹാരാഷ്ട്രന്റെ ബോർഡറായി കോലാപൂറായി അവിടെയൊന്ന് പോയി ചോദിച്ചു നോക്കിയ ആർക്കും ഇനി അറിയാം. പിന്നെ എന്ത് പോളിറ്റ് ബ്യൂറോ മെമ്പർ ആർക്കും ഇനി അറിയാം. അതുകൊണ്ട് ആ ഈ ഡയലോഗൊക്കെ അവിടെ വെച്ചേ കേട്ടാ, അത് കുറച്ച് നടന്നോട്ടെ കേട്ടാ. എപ്പോഴൊക്കെ കാലത്ത് എഴുന്നിട്ട് ഓരോരുത്തൻ വന്നിട്ട് ഇതെന്താ ഇവറ്റകളെ എല്ലാവരും തള്ളി. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോ ഇവറ്റകളെ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുമല്ലോ, മാധ്യമങ്ങൾ ഇങ്ങനെ എടുത്ത് കൊട്ടി ആഘോഷിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ആവുമ്പോ ജനങ്ങളൊന്ന് അറിയട്ടെ എന്നുള്ളൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് വെക്കുന്നതായിരിക്കും. മറ്റേ ബോധമുള്ള ജനങ്ങൾക്ക് അറിയാലോ ആരാ വോട്ട് ചെയ്യുന്നത്. ഇപ്പൊ കേരളം മുഴുവനും നോക്കുക നിങ്ങൾ. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഭൂരിപക്ഷത്തിലല്ലേ ഞങ്ങൾ 18 MP-മാരും വിജയിച്ചു കയറിയത് അല്ലേ? അത്യാവശ്യം കോൺഗ്രസിന്റെ വോട്ട് നമ്മൾ വിശ്വസിക്കേണ്ട അല്ല. ഇടതുപക്ഷത്തിന്റെ നല്ല മനസ്സുള്ള മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവർ ചെയ്ത വോട്ട് തന്നെയാണ്. ഒരു തർക്കവും വേണ്ട. അങ്ങനെയല്ലേ ഞങ്ങൾ ജയിച്ചു. അപ്പൊ നിങ്ങളെ പിടിപ്പുകേടല്ലേ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഈ കഴിഞ്ഞ 2 ഇലക്ഷൻ ബൈ ഇലക്ഷൻ നടന്ന് അവസാന ലാപ്പില് പാലക്കാട് പച്ച വർഗീയത നോക്കിയിട്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വെറുപ്പിന്റെ കാര്യങ്ങൾ വിറ്റ് വാങ്ങിക്കൊടുത്ത് ഈ വെറ്റകള് മനസ്സിലാക്കാൻ RSS ഒന്നുമല്ല ഇവരെ മുമ്പിൽ. എന്നിട്ട് അവിടുത്തെ ജനങ്ങൾ എന്താ ചെയ്തത്? 3700 വോട്ടിന് ഷാഫി അയച്ചെടുത്ത് 18,000 വോട്ട് ആക്കി അവിടെ വർദ്ധിപ്പിച്ച് ഞങ്ങൾ ഇല്ലേ. ജനങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിച്ച്, ഞങ്ങൾ പറഞ്ഞാൽ വിശ്വസിച്ച്. ഇനി ചേലക്കരയിൽ അങ്ങ് ഭയങ്കര വിജയമില്ലേ. എവിടെ 32,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നത് 12,000 ആക്കി ഞങ്ങൾ കുറച്ചു കൊണ്ടുവന്ന്. മനസ്സിലാക്കണോ? അവിടെയും ജനങ്ങൾ എന്താ ചിന്തിച്ചേ? എന്നിട്ടോ അവർക്ക് കുറഞ്ഞ വോട്ട് BJP-യിലേക്കാണ് പോയത്. അതുപോലെ BJP ആണ് കുറച്ച് 10,000 വോട്ട് കൂട്ടിയിട്ടുണ്ട്, എന്നാൽ ഇവറ്റകൾ കൂട്ടിയിട്ടില്ല. എന്നിട്ടും ഇവറ്റകൾക്ക് ഈ വിടുവായുത്തത്തിന് ഒരു ഇതുമില്ല. എന്നിട്ട് കോൺഗ്രസിന്റെ പേരിൽ ഇലക്ഷൻ കഴിഞ്ഞ് 6 മാസമായി ഗവൺമെന്റ് ഫോം ചെയ്ത് പ്രതിപക്ഷത്തിന്റെ പണി തുടങ്ങി. എന്നിട്ട് ഇവറ്റകളെ കരച്ചിൽ ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും രാഹുൽ ഗാന്ധിന്റെയോ പ്രിയങ്ക ഗാന്ധിന്റെയോ ബാക്കും മണപ്പിച്ച് നടക്കുക. ഇവറ്റകൾക്കൊക്കെ തലക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനെയും കോഴിക്കോടാ കുതിരവട്ടാറ്റം കൊണ്ട് ചികിത്സിക്കേണ്ടി വരും. ഇതിനൊന്നും രാഷ്ട്രീയപരമായിട്ടൊന്നും മറുപടി പറയാൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടാ. ഇവറ്റകളെ മാനസികാവസ്ഥ, ഒരു പരാജയം പോലും താങ്ങാൻ കഴിവില്ലാത്ത ഇവരാണ് ഈ പറയുന്നത് ഞങ്ങളങ്ങ് ഉണ്ടാക്കിക്കളി, ഞങ്ങളങ്ങ് കയറി വരും എന്നുള്ള കാര്യം മനസ്സിലായ. പിന്നെ കോൺഗ്രസ്സുകാർക്ക് കുറെ തെറ്റുണ്ട്. ഈ സാമാനം നശിച്ചു വന്ന സാമാനത്തിനെ പിടിച്ചിട്ട് വീണ്ടും ജീവൻ കൊടുത്ത് ഞങ്ങളെ രാജസ്ഥാനിലെ സീറ്റ് കൊടുത്ത് ഇവറ്റകളെ വിജയിപ്പിച്ചു വിട്ട്. എന്നിട്ടിപ്പോ അതിന്റെ ഗുണമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒരു പാടാക്കണോ കേട്ടാ. ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ബോധം വന്നു ഇവറ്റകൾ ഉണ്ടായ സ്ഥലത്ത് രാജ്യം മുച്ചൂടും മുടിയും നശിക്കും എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഇവറ്റകളുള്ള സോവിയറ്റ് യൂണിയൻ, റഷ്യ അടക്കം എടുത്ത് പരിശോധിച്ചാൽ മതിയല്ലോ. ചൈന അടക്കം എടുത്ത് നോക്കണം നിങ്ങൾ, ഉത്തര കൊറിയ അടക്കം എടുത്ത് നോക്കും നിങ്ങൾ. അവിടേക്ക് സ്വാതന്ത്ര്യമുണ്ട് മനുഷ്യന്മാർക്ക്. ഇവറ്റകളെ വരണമെന്നാ പറയുന്നത്. അപ്പൊ അത് ജനങ്ങൾ ചിന്തിച്ചിട്ട് ഇവറ്റകളെ ചവിട്ടി പുറത്താക്കി ഇവറ്റകളെ ഇല്ലായ്മ ചെയ്യാൻ നിൽക്കുമ്പോ കോൺഗ്രസിന്റെ കുറച്ച് നേതാക്കന്മാർ ഇവരെ ചത്ത് കിടക്കുന്ന ഇവരെ ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ രാജസ്ഥാനിലെ സീറ്റൊക്കെ കൊടുത്തിട്ട് അവിടെ വിജയിപ്പിച്ച് കൊണ്ടുവന്ന്. എന്തിനാ ഇവറ്റകളെ കൊണ്ടുവന്നത്? ഇവറ്റകൾ അസ്തമിക്കാൻ പോകുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഞങ്ങൾ ചോദിച്ചു വാങ്ങിയതാന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പൊ എനിക്ക് എന്റെ ഒരു ബോധ്യം കേട്ടാ. അതുകൊണ്ട് ഇനിയും നിങ്ങൾ കരയാൻ ബാക്കി കിടക്കുന്നതേ ഉള്ളൂ. ഇനിയും ഒരുപാട് കാലങ്ങൾ കരയേണ്ടി വരും അന്തം കമ്മികളെ കേട്ടാ. അതുകൊണ്ട് ഞാനിപ്പോഴും എൻ്റെ ഒരു ബോധ്യം പറഞ്ഞു വെക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവറ്റകളെ എന്ത് സ്റ്റേറ്റ്മെന്റ് വന്നാലും കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒറ്റ കാര്യങ്ങൾ വെക്കുക. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് പല ആൾക്കാർ ശബ്ദങ്ങളിൽ ഉണ്ടാക്കുന്നില്ലേ, അതിൻ്റെ ഉൾപ്പെടുത്തിയാൽ മതി കേട്ടോ.